Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. ഞാനിന്ന് വന്നത് വളരെ ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടൊരു സൈബർ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോക്ക് ഞാൻ ഷെയർ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. നമുക്കറിയാം, നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ, അതിപ്പോൾ ചെറിയ 5000 ഫോണായാലും 1,00,000 ആൻഡ്രോയിഡ് ഫോൺ ആയാലും അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് APK എക്സ്റ്റൻഷൻ ഉള്ള ഫയലായിരിക്കും. അതാണ് APK ഫയൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ ടെലിഗ്രാമിലൂടെ ആയാലും വാട്സപ്പിലൂടെ ആയാലും പലരും നമ്മളെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ബാങ്കിന്റെ ആയാലും ബാങ്കിന്റെ ലോഗോ വെച്ചിട്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് വരാം, നിങ്ങളുടെ ബാങ്കിന്റെ ആപ്പ് എക്സ്പയർ ആവാറായി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ആപ്പ് എക്സ്പയർ ആവാറായി, അപ്പോൾ അതുകൊണ്ട് ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യണം, അതുകൊണ്ട് ആ ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് ഫേക്ക് ആണ്. കാരണം അത് പ്ലേ സ്റ്റോറിലേക്കല്ല പോവുക, അവരെ സെർവറിലേക്കാണ് പോവുക. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക്, ബാങ്ക്, മൊബൈല് എല്ലാം ഹാക്കായി പോകും. അത് നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ സെൻഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ കൈൻ മാസ്റ്ററിന്റെ ഒക്കെ ഗൂഗിളിൽ നിന്ന് വരുന്നതൊക്കെ ഇങ്ങനത്തെ ഹാക്കിംഗ് വരുന്നതാണ്, അത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എപ്പോഴും ആ APK ഫയൽസ് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ കമ്പനി തരുന്ന ആ ആപ്പ് സ്റ്റോറിലുള്ളത് പോലും എടുക്കരുത്. ശരിക്കും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുക. ഇനിയിപ്പം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ തന്നെ ഒരു 80% മാത്രമേ സേഫ് ഉള്ളൂ. ഒരു കമ്പനി അവരെന്ത് ചെയ്യുക, ആൾക്കാരുടെ ഡാറ്റ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ആലോചിക്കുക, ആൾക്കാരുടെ ഡാറ്റ കിട്ടണമെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്, എന്നിട്ട് എന്തെങ്കിലും ഒരു ഫീച്ചർ അതിൽ ഇട്ട് തരും. നമ്മൾ മലയാളികളോ അതേപോലെ എല്ലാവരും എന്ത് ചെയ്യും, മനുഷ്യന്മാരും എന്ത് ചെയ്യും, അത് ഡൗൺലോഡ് ചെയ്യും. ഫ്രീ ആണ്. ഫോർ എക്സാമ്പിൾ ജിബിലി ആപ്പ്. ഈ ജിബിലി ആപ്പ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതിന്റെ കൂടെ തന്നെ പറയാണ്, ഇപ്പൊ APK ഫയൽ, അത് ആദ്യത്തെ പോയിന്റ് ഞാൻ ക്ലോസ് ചെയ്യാം. APK ഫയല് നിങ്ങൾ പുറമേന്ന് ഒരാൾ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ സ്വയം പ്ലേ സ്റ്റോറിലൂടെ അല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് തന്നാൽ അല്ലെങ്കിൽ ആ ഫയല് തന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യരുത്, നിങ്ങളുടെ ഫോണ് ഹാക്കായി പോകും. ഇനി രണ്ടാമത് ജിബിലി ആപ്പിലേക്ക് വരാം. ജിബിലി ആപ്പിൽ പറയുമ്പോൾ ഞാൻ അത് ആപ്പിനെ പറ്റിയിട്ട് പഠിച്ചു, അതാണ് ഇപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അത് വന്നിട്ട് കുറച്ചായി. അപ്പൊ ഈ ജിബിലി ആപ്പിന്റെ ഞാൻ നോക്കുമ്പം പ്ലേ സ്റ്റോറിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അത് ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയാണ്, അതായത് ചൈന. അപ്പൊ നമ്മുടെ ഒരു ശത്രുരാജ്യമാണ്. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ പെർമിഷൻ കൊടുക്കേണ്ട ആപ്പിന് നമ്മുടെ ഫോണിൽ? ക്യാമറ, മൈക്ക്, ലൊക്കേഷൻ അല്ലേ? അത് ക്യാമറ പറയുമ്പോൾ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും. അപ്പോൾ ഓരോ 1 മിനിറ്റ് വിട്ടിട്ട് വരെ അവർക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. പ്ലസ് സ്റ്റോറേജും അവർ ആക്സസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ജിബിലി ആപ്പ് എടുത്തിട്ട് നോക്കി കഴിയുകയാണെങ്കിൽ ഇത്ര പെർമിഷൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ എന്താ, നിങ്ങളുടെ എല്ലാ ഡാറ്റയും എടുക്കും. ഇത് സെക്യൂർഡ് ആണോ സൂക്ഷിക്കുക. അപ്പൊ ഇങ്ങനത്തെ ആപ്പുകളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.